പട്ടാമ്പി ടൗണിലെ വ്യാപാരികൾക്കായി മിനി കുടിവെള്ള പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി. നഗരസഭയിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾക്കാണ് പ്രഥമ പ്രാധാന്യമെന്നും ടി.പി. ഷാജി പറഞ്ഞു. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പട്ടാമ്പി നഗരം എന്നും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. ഇതിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതികൾക്കാണ് പുതിയ ഭരണസമിതി മുൻഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ കച്ചവടക്കാർക്ക് മാത്രമായി മിനി കുടിവെള്ള പദ്ധതി ആരംഭിക്കും. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നുവരികയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി പറഞ്ഞു. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കുടിവെള്ള പട്ടാമ്പി ഭാരതപ്പുഴ പട്ടാമ്പി നഗരത്തിലുണ്ടെങ്കിലും ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ് പണിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൈപ്പ് നടപടി സ്വീകരിക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും കുടിവെള്ളം പൈപ്പ് പൊട്ടി കുടിവെള്ളം കൃത്യമായി എത്തിക്കാനാവാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ തന്നെ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം അതുപോലെ തന്നെ പൈപ്പിടൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി പട്ടാമ്പിയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു ചെറിയ കുടിവെള്ള പദ്ധതി ടൗണിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മേലെ പട്ടാമ്പിൽ പ്രവൃത്തി നടക്കുന്ന 10 ലക്ഷം ലിറ്ററിന്റെ ടാങ്കും അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരത്തിൽ 1.5 ലക്ഷം ലിറ്ററിന്റെ ടാങ്കോട് കൂടിയിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതിക്ക് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിൽ അമരുന്ന പട്ടാമ്പി പട്ടണത്തിൽ റെയിൽവേ ഓവർബ്രിഡ്ജോ അടിപ്പാതയോ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച പദ്ധതി ലഭ്യമാക്കി റെയിൽവേയുമായി ചർച്ച നടത്തുമെന്നും ടി.പി. ഷാജി സൂചിപ്പിച്ചു. പുതിയ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം പുതിയ കെട്ടിടത്തിലേക്ക് നഗരസഭയുടെ പ്രവർത്തനം മാറ്റാനാകും. ടൗൺ സൗന്ദര്യവൽക്കരണം, ടൂറിസം പദ്ധതികൾ, പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളും പരിഗണനയിലുണ്ടെന്നും ടി.പി. ഷാജി പറഞ്ഞു. പട്ടാമ്പി നഗരത്തിലൊരു ഓവർബ്രിഡ്ജ് അല്ലെങ്കിൽ അണ്ടർ ബ്രിഡ്ജ് അതിന് ആവശ്യമായ നടപടികൾ ഈ നഗരസഭ ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ MLA, MP, പഞ്ചായത്ത് എന്നിവർ ചേർന്ന് ഒരു പദ്ധതിക്ക് അന്ന് രൂപം നൽകിയതാണ്. അത് അന്ന് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അങ്ങോട്ട് MP-യുടെയും ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെയിൽവേയുമായി കൂടിയാലോചന നടത്തി അടിയന്തരമായി ഈ അണ്ടർ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഓവർബ്രിഡ്ജോ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ഓഫീസിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിലേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിലവിലുള്ള പട്ടാമ്പി മുനിസിപ്പൽ ഓഫീസ് അംഗവൈകല്യം സംഭവിച്ച ഒരു കൂട്ടായ്മ നടത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ സീനിയർ സിറ്റിസനും ആവശ്യമായ സ്ഥലങ്ങൾ അവർക്ക് നൽകണമെന്ന് നഗരസഭ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ഭാരതപ്പുഴയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി നേതൃത്വം നൽകാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പട്ടാമ്പി ടൗൺ പാർക്കിന്റെ ഭാഗമായി ജനങ്ങൾ കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ കയ്യേറ്റുണ്ടായിരുന്ന മുഴുവൻ ഭൂമിയും ഒഴിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചത് നഗരസഭയാണ്. തുടർന്ന് ആ പദ്ധതി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും.